Okay, so let us start. Fourth module sequential circuits ആണ്. നമ്മൾ തേർഡ് മോഡ്യൂളിൽ പഠിച്ചത് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഫോർത്തിൽ എന്താ കാര്യം എന്ന് പറയാം. ഫോർത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആണ്. സോ അതിന്റെ ബേസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സീക്വൻഷ്യൽ സർക്യൂട്ട്സ് വരെയുള്ള ഡിസൈനും കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ you want to know what is the difference between combinational circuit and sequential. Combinational circuit നിങ്ങൾ ലാസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച എക്സാമ്പിൾസ്, that is adders, multiplexers, encoders, decoders, comparators, all are combinational circuits. Okay, now we will see what is the major difference between these combinational circuits and sequential circuits. Okay, so first combinational circuits, that is you are familiar with the combinational circuits. നമ്മൾ adder, multiplexer, comparator last module നിങ്ങൾ പഠിച്ച എല്ലാ circuits that are combinational circuits. In that case, the output of the circuit depends only and immediately on their input. They have no memory. Memory means നിങ്ങൾക്കറിയാം, മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള കേസസ് ഓക്കെ അത് റിമെമ്പർ ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ആ സർക്യൂട്ടിന് മെമ്മറി ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ കേസിൽ the output of a combinational circuit depends only on their present inputs. This ഒരു particular time instantly what inputs you are applying, only depending on it will produce an output. For example, നിങ്ങളിപ്പോൾ പഠിച്ച full adder circuits as you know our sumന്റെ expression എന്ന് പറയുന്നത് AX or BX or Cin. Okay, so for a particular time instant what is the value of A, B and Cin? 0 0 0 ആണെങ്കിൽ സം ഈക്വൽ ടു 0 ആയിരിക്കും, ക്യാരി ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി 1 1 1 ആണെങ്കിൽ സം ഈക്വൽ ടു 1, ക്യാരി ഈക്വൽ ടു 1. സോ ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കറണ്ട് ഇൻപുട്ട്. ഓക്കെ, അല്ലാതെ അതിന്റെ പ്രീവിയസ് ആയിട്ട് എന്തായിരുന്നു ഇൻപുട്ട് കൊടുത്തതെന്നോ അതിന്റെ ഔട്ട്പുട്ടിനെയോ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ മൾട്ടിപ്ലക്സർ ആണെങ്കിൽ സെലക്ട് ലൈൻസിൽ കൊടുക്കുന്ന വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണോ ആ ഔട്ട്പുട്ടിലുള്ളത് അത് ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, കമ്പറേറ്റർ ആണെങ്കിൽ ആ ടൈം നിങ്ങൾ ഏത് രണ്ട് നമ്പേഴ്സ് ആണോ അതിനകത്ത് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ആ രണ്ട് നമ്പേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും പഠിച്ച എല്ലാ സർക്യൂട്ട്സിലും ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഓൺ ദർ ഇൻപുട്സ്. ഓർ സിംപ്ലി വി ക്യാൻ സേ ദ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രസന്റ് ഇൻപുട്ട് ഓൺലി. സോ അറ്റ് ദ പെർട്ടിക്കുലർ ടൈം നിങ്ങൾ ഏത് ഇൻപുട്ട് നോക്കുന്നത്, ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നത് ആ ടൈമിൽ എന്താണോ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് ഈ കോമ്പിനേഷൻ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദേ ഹാവ് നോ മെമ്മറി. നോ മെമ്മറി മീൻസ് പ്രീവിയസ് കണ്ടീഷൻസിന് അല്ലെങ്കിൽ പാസ്റ്റ് വാല്യൂസ് ഓഫ് ഇൻപുട്ടിനെയോ പ്രീവിയസ് സർക്യൂട്ട് കണ്ടീഷൻസിനെയോ എന്ത് ചെയ്യുന്നില്ല, ആ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ആർ ദ കോമ്പിനേഷണൽ സർക്യൂട്ട്. സോ ഫാർ വി ഹാവ് സ്റ്റഡിഡ് ദ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. ഓക്കെ, now coming to the sequential circuit, it acts as a storage element and have memory. Sequential circuits have memory. Have memory means the output depends on present input and past conditions of the circuit. This in sequential circuit at a particular time instant that output produced by the circuit depends on the input applied at that time and also the past conditions of the circuit. നിങ്ങൾ ആ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആ സർക്യൂട്ടിന്റെ കണ്ടീഷൻ എന്തായിരുന്നു അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ പ്രീവിയസ്ലി കൊടുത്ത ഇൻപുട്ട് കണ്ടീഷൻസിനും ആ സമയത്ത് അത് എന്താ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തതെന്നും അങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെ അനുസരിച്ചിരിക്കും ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഔട്ട്പുട്ട്. അല്ലാതെ നിങ്ങൾ ഒരു ഇൻപുട്ട് കൊടുത്താൽ ഇന്നത് തന്നെ ഔട്ട്പുട്ട് കിട്ടണം നിർബന്ധമില്ല. ആ ഇൻപുട്ട് കൊടുക്കുമ്പോൾ സർക്യൂട്ടിന്റെ കണ്ടീഷൻ എന്താണോ അതിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ആഡറിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾ 0ഉം 1ഉം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈമിൽ കൊടുത്താലും അതിന് മുന്നേ നിങ്ങൾ ഏത് ഇൻപുട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളുടെ സം എന്തായിരിക്കും, 1 ആയിരിക്കും, ക്യാരി 0 ആയിരിക്കും. അതാണ് കോമ്പിനേഷൻ സർക്യൂട്ട്. സീക്വൻഷ്യൽ സർക്യൂട്ട് ഒരേ ഇൻപുട്ട് തന്നെ പല സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫറെന്റ് ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? അതായത് ആ ടൈമിലുള്ള ഇൻപുട്ടിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിന്റെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് വൈ we can say output depends on present input as well as past conditions of the circuit.
Okay. So previously apply the input in corresponding at circuit എങ്ങനെ respond ചെയ്തു, or what is the state of the circuit. Depending upon that, the output may vary for the same input. നിങ്ങൾ ഒരു ഇൻപുട്ട് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട് തന്നെ ആവണമെന്നില്ല. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻ ഓഫ് ദ പാസ്റ്റ് കണ്ടീഷൻ ഓഫ് ദ സർക്യൂട്ട് ഓൾസോ. ദാറ്റ് ഇസ് വൈ വി ക്യാൻ സേ സീക്വൻഷ്യൽ സർക്യൂട്ട് ഹാവ് മെമ്മറി. മനസ്സിലായോ? ബേസിക് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായോ? കോമ്പിനേഷൻ സർക്യൂട്ടും സീക്വൻഷ്യൽ സർക്യൂട്ടും. റിപ്പീറ്റ് ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. സോ just we can see some more points. Main points ആണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. More for comparing sequential and combinational circuits. Okay. So you can see comparison between combination and sequential circuits. First one is ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. That is, for a combinational circuit, output at any instant of time depends only on the present input applied. Whereas in the case of sequential circuit, output at any instant depends on the present input as well as the past condition. അല്ലെങ്കിൽ ആ പാസ്റ്റ് കണ്ടീഷനെ പ്രസന്റ് സ്റ്റേറ്റ് എന്നും പറയും. അതായത് ഇപ്പൊ അതിന്റെ സ്റ്റേറ്റ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ അതിന്റെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ പാസ്റ്റ് കണ്ടീഷൻസ്. അതിന്റെ മുന്നേ ഉള്ള എന്തൊക്കെയോ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് അതൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്കത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അങ്ങോട്ടേക്ക്. നിങ്ങൾ ഓർക്കുക, ഔട്ട്പുട്ട് അറ്റ് എനി ടൈം ഇൻസ്റ്റന്റ് present input as well as the past condition of the circuit, or we can say present input and the present state of the circuit. Then second point, thus we can say combination circuit in combination circuit memory unit is not required. Combination circuit il endu cheyyunnilla, past output ninnu depend cheyyunnilla, so avada memory avashyamilla. In sequential circuit, memory is required to store the past history. മുന്നേ എന്തായിരുന്നു എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് in sequential circuit a memory is needed. Okay. And coming to the implementation, we can implement a combinational circuit using only logic gates. നമ്മൾ ഇത്രയും സർക്യൂട്ട്സ് കണ്ടു, എല്ലാത്തിലും എന്ത് മാത്രമാണ് അവർ ലോജിക് ഗേറ്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെ. സോ ഓൺലി ലോജിക് ഗേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇൻ ദ കേസ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്, മെമ്മറി എലമെന്റ്സ് is used additional with the logic gates. ഈ logic gates ന്റെ കൂടെ we require some memory elements also. Okay. So logic gates plus memory elements കൂടെയാണ് എന്തുണ്ടാവുക sequential circuits ഉണ്ടാവുക. Okay. Then coming to the speed of the operation, combination circuit produces faster responses. That is, the time delay will be less in the case of combinational circuit. So പെട്ടെന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. In the case of sequential circuit, since there is memory elements also, the response will be slow. That is, there will be a time delay between input and output. And coming to the design aspect, combination circuits are easy to design. But coming to sequential circuit, the design is somewhat difficult. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിന് മുന്നേത്തെ മൊഡ്യൂളിനെക്കാട്ടിയും ആ ഡിസൈനിലുള്ള ഡിഫിക്കൽട്ടി ലെവല് നിങ്ങൾക്ക് ചെയ്യുമ്പോഴും കാണാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് ചെയ്യാം കേട്ടോ. Then in combination circuit, it is time independent. Means ഏത് ടൈമിൽ അപ്ലൈ ചെയ്താലും ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് തന്നെ കിട്ടും. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബട്ട് സീക്വൻഷ്യൽ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. ഓക്കെ. ഓരോ ടൈമിന് ആ ടൈമിനനുസരിച്ചിട്ട് എല്ലാ ഇൻപുട്ട് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപോലെ ആയിരിക്കില്ല ഔട്ട്പുട്ട്, ബിക്കോസ് അത് പ്രീവിയസ് കണ്ടീഷനിൽ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ in combinational, no clock is required. ഈ ക്ലോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വരുന്നതൊക്കെ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തോ. സീക്വൻഷ്യൽ സർക്യൂട്ട് റിക്വയർഡ് ക്ലോക്ക്. ആ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ക്ലോക്ക് ആവശ്യം വരുന്നത്. അപ്പൊ ക്ലോക്ക് എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് കമ്മിങ് സ്ലൈഡ്സിൽ പറയാം. ഓക്കെ. ഇപ്പം ദിസ് ലിസ്റ്റ് ഓഫ് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തു. ഓക്കെ. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്.
Now, you can see the basic block diagram representation of sequential circuit. It consists of a combinational circuit to which storage elements are connected to form a feedback path. So basically we can say, we can represent a sequential circuit like this. It consists of some combinational circuit parts and some memory elements. Okay. As you can see in the diagram, here we are applying input to this combinational circuit, right? These are our inputs. And if this memory is not present, we can say simply it is a combinational circuit corresponding to input that will produce output at any instant of time. Okay. But in the case of sequential circuit, you will be having some memory elements. So this memory elements will produce, നമ്മുടെ input combination circuit apply ചെയ്യുന്ന സമയത്ത് this combination circuit produces some output to this memory element also. നമ്മുടെ നോർമൽ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഇവിടെയുണ്ട്. അതിന് പുറമെ എന്താണ്, വേറൊരു കോമ്പിനേഷണൽ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ മെമ്മറി എലമെന്റ്സിലോട്ടും ഒരു ഡാറ്റ, അതാണ് ആക്ച്വലി അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെമ്മറിയിൽ നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. പാസ്റ്റ് ഹിസ്റ്ററി വെച്ച് ജനറേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഔട്ട്പുട്ട്. ഇവിടെ നമ്മുടെ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ ഉണ്ടാവും. ഇതിവിടെ വേറൊരു ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഫംഗ്ഷൻ ഇസ്, അല്ലെ ആ ഫംഗ്ഷന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യും, ഈ മെമ്മറി എലമെന്റിൽ സ്റ്റോർ ചെയ്യും. And that is given as feedback to the input side. Okay. So നമ്മൾ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ കണ്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഇവിടെ മെമ്മറി എലമെന്റ്സിനുണ്ട്. അതും ഇവിടെ വരുന്നുണ്ട്, ഈ ഇൻപുട്ട് സൈഡിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റിൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും. ദെൻ പ്രീവിയസ് കണ്ടീഷൻസ് വെച്ച് നമ്മൾ കുറച്ച് ഡാറ്റ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡാറ്റയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് ആയിട്ട് ഇൻപുട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ നോർമലി സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ഈ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു 1 എന്നുള്ള ഡാറ്റ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. ഓക്കെ. ബട്ട് നേരത്തെ ഞാൻ എന്തോ ഒരു പ്രീവിയസ് കണ്ടീഷൻസ് വെച്ചിട്ട് ഒരു 0 എന്നുള്ള ഡാറ്റ ഈ മെമ്മറി എലമെന്റിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ ആ 0യും കൂടെ ഇവിടെ കിട്ടും. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതാണ് പറയുന്നത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രസന്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് കണ്ടീഷൻസ് ഓഫ് ദ സർക്യൂട്ട്. Okay. So this is the basic block diagram, block representation of a sequential circuit. So you will be having some combinational parts along with the memory elements. So at each instant of time, so ഈ ഒരു particular say ഞാനിപ്പോൾ ഒരു ടൈം ഇൻസ്റ്റന്റ് T1 എന്ന് പറയുകയാണ്. ഓക്കെ. T1 എന്ന് പറയാൻ എനിക്ക് ഒരു 3 ടൈം ഇൻസ്റ്റൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. പ്രീവിയസ്ലി ഒരു T0 എന്ന് പറഞ്ഞ ടൈമിൽ എന്തോ ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ദെൻ മെമ്മറിയിൽ എന്തോ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. T0യിൽ ദെൻ ഞാൻ T1 എന്ന് പറഞ്ഞ ടൈം ഇൻസ്റ്റന്റിൽ ഒരു ഇൻപുട്ടും കൂടെ അപ്ലൈ ചെയ്യുന്നു. സോ ആ ടൈമിൽ എന്ത് ചെയ്യും, ഈ T0 എന്ന് പറഞ്ഞ ടൈം ഇൻസ്റ്റന്റിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഡാറ്റ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതും കൂടെ ഇൻപുട്ടിൽ അവൈലബിൾ ആയിരിക്കും. സോ T1ൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ T0യിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഡാറ്റനെ ഡിപ്പെൻഡ് ചെയ്യും, T1 എന്ന് പറഞ്ഞ ടൈം ഇൻസ്റ്റന്റിൽ ഞാൻ അപ്ലൈ ചെയ്ത ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇവിടെയും ഒരു വാല്യൂ ജനറേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അതെപ്പോഴും യൂസ് ചെയ്യും, നമ്മൾ T2 എന്ന് പറഞ്ഞ ടൈം ഇൻസ്റ്റന്റിൽ അടുത്ത ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ T1 എന്ന് പറഞ്ഞ ടൈമിൽ ഇവിടെ എന്താണോ സ്റ്റോർ ചെയ്തത് ആ ഡാറ്റയും കൂടെ യൂസ് ചെയ്യും. ഓക്കെ. മെമ്മറി എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഇതാണ് മെയിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ പാസ്റ്റ് കണ്ടീഷൻസ്. ഓക്കെ. ആ സർക്യൂട്ടിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻപുട്ട് വെച്ചിട്ട് കുറച്ച് ഡാറ്റ, അതായത് അതിന്റെ ഒരു ആ സർക്യൂട്ടിന്റെ സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മെമ്മറി എലമെന്റ്സ് എന്ത് ചെയ്യും, അത് ഫീഡ്ബാക്ക് അതും കൂടെ ഇൻപുട്ടിൽ പോകും. സോ ദാറ്റ് വി ക്യാൻ സേ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രസന്റ് ഇൻപുട്ട് ആൻഡ് പാസ്റ്റ് കണ്ടീഷൻസ് ഓഫ് ദ സർക്യൂട്ട്. ഓക്കെ. സോ ദി സ്റ്റോറേജ് എലമെന്റ്സ് ആർ ഡിവൈസസ് capable of storing binary information, that is 0 or 1. You can store 0 or 1. Okay. Then the binary information stored in these elements at any given time define the state of the sequential circuit at that time. Okay, ഞാൻ നേരത്തെ പ്രസന്റ് സ്റ്റേറ്റ് എന്നൊരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദ ബൈനറി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി എലമെന്റ് അറ്റ് എനി ഗിവൺ ടൈം. ഓർക്കണം, നമ്മൾ സ്റ്റേറ്റ് എപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡ്
Okay, the binary information stored in the memory element at a particular given time define the state of sequential circuit at that time. Particular time in memory store that define the state of circuit at that time. Okay, so memory elements actually either 0 or 1 ആണ് സ്റ്റോർ ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി എലമെന്റ് സിംഗിൾ ബിറ്റ് ആണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അത് നമുക്ക് പറയാം. അപ്പോൾ ആ ബൈനറി ഇൻഫർമേഷൻ 0 ആണോ 1 ആണോ, ഇനി അല്ലെങ്കിൽ അതിനകത്ത് എന്താണോ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഡാറ്റേനെയാണ് എന്ത് പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് ദ സീക്വൻഷ്യൽ സർക്യൂട്ട്. ദാറ്റ് ഈസ് കണ്ടന്റ് ഓഫ് ദ ഓർ ബൈനറി ഇൻഫർമേഷൻ stored in the memory element at a particular time defines the state of the sequential circuit at that time. Okay, I can say the sequential circuit receives binary information from external inputs that together with the present state of the storage elements determine the binary value of the output. Okay, so adana നേരത്തെ പറഞ്ഞത്, input applied at a time, the data stored in the memory elements. So together these value, ഈ data stored memory elements ആണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒന്ന് നോക്കുക. The sequential circuit receives binary information from external inputs that together with the present state of storage elements എന്ന് പറഞ്ഞാൽ എന്താണോ ആ സ്റ്റോറേജ് എലമെന്റിൽ ഈ ടൈമിൽ അതായത് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻസ് ഉണ്ടാവും. ഓക്കെ, so together with the present state of the storage elements determine the binary value of output. Okay, തിയറി നിങ്ങൾ എക്സാം തിയറി ചോദിക്കൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിയറി പറയുന്നത് കേട്ടോ. തിയറി അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ ഒന്നും വേണ്ട, എക്സാമിന് ഡെഫിനിഷൻ ചോദിക്കൂല, ബട്ട് നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവണം. ഇന്നതാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ട് ഒരു ഔട്ട്പുട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം ഇത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ട് ബൈനറി ഇൻഫർമേഷൻ റിസീവ് ചെയ്യും, അതിന്റെ കൂടെ അതിന്റെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ സ്റ്റോറേജ് എലമെന്റിലുള്ള പ്രസന്റ് സ്റ്റേറ്റ് വാല്യൂസ്, ഇത് രണ്ടും കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബൈനറി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ദീസ് എക്സ്റ്റേണൽ ഇൻപുട്സ് ഓൾസോ ഡിറ്റർമിൻ ദ കണ്ടീഷൻ ഫോർ ചേഞ്ചിങ് ദ സ്റ്റേറ്റ് ഇൻ ദ സ്റ്റോറേജ് എലമെന്റ്സ്. അറ്റ് ദ സെയിം ടൈം ഈ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോറേജ് എലമെന്റിലുള്ള കണ്ടന്റ് ആ പെർട്ടിക്കുലർ ടൈമിൽ ചേഞ്ച് ചെയ്യും. അതായിരിക്കും നെക്സ്റ്റ് ഇൻപുട്ടിന്റെ ടൈമിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, now we can have two types of sequential circuits: synchronous sequential circuits and asynchronous sequential circuits. Okay, ഇതിന്റെയും ജസ്റ്റ് കമ്പാരിസൺ മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. പെർട്ടിക്കുലർ സർക്യൂട്ട് പറയുമ്പോൾ സിങ്ക്രണസ് ഏതാണ് അസിങ്ക്രണസ് ഏതാന്നൊക്കെ പറയും. ഓക്കെ, synchronous sequential circuit is a system whose behavior can be defined from the knowledge of its signals at a discrete instance of time. ഓക്കെ, സോ നമുക്ക് ആ ഒരു സിസ്റ്റത്തിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു സിങ്ക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ ബിഹേവിയർ അതിന്റെ ഓരോ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈമിലും നമുക്ക് ബിഹേവിയർ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എ സിസ്റ്റം whose behavior can be defined from the knowledge of its signals at discrete instance of time. ഒരു പെർട്ടിക്കുലർ ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈമിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഓർ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, whereas in the case of asynchronous sequential circuit, its behavior depends upon the input signals at any instant of time and the order in which the inputs change. Okay, നമുക്ക് സീക്വൻഷ്യലിലാണെങ്കിൽ നമുക്ക് ഏത് ടൈം ഇൻസ്റ്റന്റിലും കറക്റ്റ് ആയിട്ട് we can define the behavior of the circuit. Okay, whereas in the case of asynchronous sequential circuit, the behavior depends upon input signals at any instant of time and the order in which the inputs change. Okay, now we can see comparison between synchronous sequential circuits and asynchronous sequential circuits. Okay, so in synchronous sequential circuit, the memory elements, as already said, our sequential circuits require memory elements. Actually, that memory element we used are flip-flops. Okay, that memory elements are called flip-flops. Then in synchronous sequential circuits, we are using clocked flip-flops. Whereas in asynchronous sequential circuit, the memory elements
either unclocked flip-flops or some time delay elements. Okay, we can in detail with the clock in upcoming slides. Okay, now you just note the comparison. And the second point is the change in the input signal can affect memory elements upon the activation of clock signal. That is, in the case of synchronous sequential circuit, the change in the input signal can affect memory elements upon the activation of clock signal only. That is, with respect to the clock signal only, or we can say the clock signal is activated only, the effect of input is applied at the okay. Whereas in the case of asynchronous sequential circuit, the change in input signal can affect memory elements at any instant of time. Okay, so there the activation of clock is not required in the case of asynchronous sequential circuit in order to affect the input signal on the content of the memory. Okay, that is പറയുന്നത് മെമ്മറി എലമെന്റ്സ് ക്ലോക്ക്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദാറ്റ് ഈസ് മെമ്മറി എലമെന്റ്. ഓക്കെ, നമ്മൾ സീക്വൻഷ്യൽ സർക്യൂട്ട് മെമ്മറി എലമെന്റ് റിക്വയർഡ് ആണെന്ന് പറഞ്ഞു. സോ ദാറ്റ് മെമ്മറി എലമെന്റിന്റെ പേരാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ക്ലോക്ക്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള കാര്യം, നമ്മൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അസിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിലാണെങ്കിൽ ഇൻപുട്ട് സിഗ്നൽ എപ്പോൾ ചേഞ്ച് ചെയ്യുന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. ബിക്കോസ് അത് അൺക്ലോക്ക്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യൂല. നമുക്ക് പറയാം കേട്ടോ. ദെൻ സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിലാണെങ്കിൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്താലും ക്ലോക്ക് ആക്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. ചേഞ്ച് ഇൻ ഇൻപുട്ട് സിഗ്നൽ ക്യാൻ എഫക്ട് മെമ്മറി എലമെന്റ് അപ്പോൺ ദ ആക്ടിവേഷൻ ഓഫ് ക്ലോക്ക് സിഗ്നൽ ഓൺലി. ഇപ്പൊ ക്ലോക്ക് സിഗ്നൽ ആക്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ ഇൻപുട്ടിലുള്ള ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാവുള്ളൂ സിൻക്രണസിൽ. അതുകൊണ്ടാണ് അതിന് സിൻക്രണസ് വിത്ത് ക്ലോക്ക് എന്ന് പറയും. ഓക്കെ, അസിൻക്രണസിലാണെങ്കിൽ ഈ മെമ്മറി എലമെന്റ്സ് നമുക്ക് ചേഞ്ച് ഇൻ ഇൻപുട്ട് സിഗ്നൽ ക്യാൻ എഫക്ട് മെമ്മറി എലമെന്റ്സ് അറ്റ് എനി ഇൻസ്റ്റന്റ് ടൈം. അവിടെ ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുന്നോ കറസ്പോണ്ടിങ് ചേഞ്ച് ഔട്ട്പുട്ടിലും ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് സർക്യൂട്ട് എക്സാമ്പിൾസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആൻഡ് ഇൻ സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട് the maximum operating speed of clock depends on the time delay involved. Okay, so maximum operating speed, that is speed of the circuit, depends upon time delay. And compared to synchronous circuit, asynchronous circuit can operate faster because our clock in the time delay ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓപ്പറേറ്റിംഗ് സ്പീഡ് വരുന്നത്. ഇവിടെ ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും അസിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. Okay, and the last point, easier to design. Synchronous sequential circuits are easier to design, whereas asynchronous sequential circuits are somewhat difficult to design. Okay, comparison ഒന്ന് നോട്ട് ചെയ്യുക. ചിലപ്പോൾ 3 മാർക്സിനൊക്കെ ചോദിച്ചാലേ ഉള്ളൂ, മുന്നേ ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ ക്ലോക്കിന്റെ കൺസെപ്റ്റ്. ഈ ക്ലോക്കിന്റെ കൺസെപ്റ്റ് നിങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇതും പറയാൻ തിയറി ആയിട്ട് നിങ്ങളോട് ക്ലോക്കിനെ പറ്റി എഴുതാനൊന്നും ചോദിക്കില്ല. നേരത്തെ പറഞ്ഞ 2 പോയിന്റ്സ് ചിലപ്പോൾ കമ്പാരിസൺ ചോദിച്ചേക്കാം. കോമ്പിനേഷനിലും അതേപോലെ സിൻക്രണസ് അസിൻക്രണസ് കമ്പാരിസൺ ചിലപ്പോൾ ചോദിച്ചേക്കാം. ബട്ട് ക്ലോക്കിന്റെ കേസിൽ ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ക്ലോക്ക് എന്താണ്, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ അറിഞ്ഞാലേ ആ സീക്വൻഷ്യൽ സർക്യൂട്ടിന്റെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ക്ലോക്ക് ഇൻക്ലൂഡ് ചെയ്തത്. അതിനായിട്ട് ക്ലോക്കിന്റെ തിയറി ഒന്നും നിങ്ങൾ എക്സാമിന് മീൻസ് എഴുതാൻ വേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല, കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിൽ as we already said, we have this clock ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. So clock signal എന്ന് പറഞ്ഞാൽ it is a periodic train of clock pulses that is like this. This is a clock signal. Pulse signal അറിയില്ലേ, periodic pulse ആണ്. periodic pulse train of clock pulsesനാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സർക്യൂട്ടിൽ ഒന്നുകിൽ ക്ലോക്ക് എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ CLK എന്ന് ഡിനോട്ട് ചെയ്യും. അത് ക്ലോക്ക് സിഗ്നൽ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്ലോക്ക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഇതിന് നമുക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ലോജിക് ഹൈ ലെവൽ ഉണ്ടാവും, ലോജിക് ലോ ലെവൽ ഉണ്ടാവും. ഓക്കെ, ദിസ് ഇസ് ലോജിക് 1 ആൻഡ് ലോജിക് 0. സോ ഈ ക്ലോക്കിന്റെ വാല്യൂ ഓൾവേസ് ചേഞ്ചസ് ബിറ്റ്വീൻ 1 ആൻഡ് 0. ഓക്കെ, ദെൻ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ്, നിങ്ങൾക്ക് ടൈം പീരീഡ് ഇത് നമുക്ക് വേണമെങ്കിൽ ക്ലോക്കിന്റെ
ടൈം ആണ് എന്ന് പറയാം. ഇത് ക്ലോക്കിന്റെ ഓഫ് ടൈം ആണ്. ഓക്കെ, ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഓണും ഒരു ഓഫും കൂടി. ഇതാണ് ടോട്ടൽ ടൈം പീരീഡ് ഓഫ് ദ ക്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ടൈം പീരീഡ് ഓഫ് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതായത് ഈ ഒരു ഓൺ ടൈമും ഓഫ് ടൈമും കംപ്ലീറ്റ് വരുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടൈംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോക്കിന്റെ പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ക്ലോക്കിന്റെ പീരീഡ് ആണെങ്കിൽ ക്ലോക്ക് ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു 1/T അല്ലെ? ഇനി ഈ ക്ലോക്ക് നമുക്ക് സിൻക്രണസ് സീക്വൻഷ്യൽ സർക്യൂട്ടിൽ ആണ്. ഓക്കെ, ഇനി ക്ലോക്കിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർക്കാനുള്ള കാര്യം, എ ക്ലോക്ക് പൾസ് ഗോ ത്രൂ 2 ട്രാൻസിഷൻസ്. ഒരു ക്ലോക്ക് പൾസ് പറയുമ്പോൾ നമുക്ക് ഈ 2 ട്രാൻസിഷൻസ്, അതായത് ഇത് 0 ആണെന്ന് പറഞ്ഞു, this is 1. So a clock pulse can have 2 transitions. One is from 0 to 1. ഇത് okay, 0 to 1. അതേപോലെ ഇവിടെയും this is also 0 to 1 transition, 0 to 1 transition, right? So this is 0 to 1 transition and it is defined as positive edge. So clock മാർക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത്. That is the transition from 0 to 1. ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഇത് പോസിറ്റീവ് എഡ്ജ് എന്ന് പറയും, ഓർ പോസിറ്റീവ് ട്രാൻസിഷൻ, ഓർ വി ക്യാൻ സേ ട്രാൻസിഷൻ ഫ്രം 0 to 1. ഈ എഡ്ജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് എഡ്ജ്. ഓക്കെ, in similarly we can have a transition from 1 to 0, that is this one. Okay, this logic 1 to logic 0. This is called negative edge. These things. Okay, 1 to 0. Transition from 1 to 0 is called negative edge. So this is negative edge and this is positive edge. And നമുക്ക് ക്ലോക്കിൽ വേറൊരു പാർട്ടും കൂടെ ഉണ്ട്, ഈ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന പാർട്ട്. അതായത് ഇവിടെ ലോജിക് 1 ആണ്, ഇവിടെ ലോജിക് 0 ആണ്. ഇത് നമ്മൾ ലെവൽ പാർട്ട് എന്ന് പറയും. ലെവൽ ആയിട്ടുള്ള പാർട്ടുണ്ട്, എഡ്ജ് ആയിട്ടുള്ള പാർട്ടുണ്ട്. ലെവലായിട്ട് corresponding to 1 there is a level, constant level, and corresponding to 0 we have a constant level, and we have two edges, that is positive edge and negative edge. From 0 to 1 and 0 we will be having two edges. ഇതൊന്ന് നോക്കണേ, നമുക്ക് ഈ ടേംസ് ഒക്കെ അങ്ങോട്ടേക്ക് ആവശ്യമുള്ളതാണ്. ക്ലോക്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നിങ്ങൾ ക്ലോക്ക് വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു സിഗ്നൽ നിങ്ങളുടെ മൈൻഡിൽ വരണം, ഒരു പീരിയോഡിക് പൾസ്. ഓക്കെ, ദെൻ അതിന്റെ എഡ്ജസ് ലെവലായി 1ഉം 0ഉം, ദെൻ 2 ട്രാൻസിഷൻ കറസ്പോണ്ടിങ് ആയിട്ട് 0 to 1 ട്രാൻസിഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് പോസിറ്റീവ് എഡ്ജ്, ആൻഡ് 1 to 0 ട്രാൻസ്മിഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് റെപ്രസെന്റ് നെഗറ്റീവ് എഡ്ജ്. ഈ ടേംസ് ഓർക്കണേ, ഇതൊക്കെ വെച്ചിട്ടാണ് ഇനി വർക്കിംഗ് പറയുമ്പോഴേ ഇതൊക്കെ ആണെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ക്ലിയർ അല്ലേ ക്ലോക്കിന്റെ കാര്യങ്ങള്? Okay. Next, our basic memory element. And I use the term flip-flop. Okay, flip-flop. Flip-flop എന്ന് പറയുന്നതാണ് നമ്മുടെ മെമ്മറി എലമെന്റ്. സീക്വൻഷ്യൽ സർക്യൂട്ടിന് മെയിൻ ആയിട്ട് നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ ഡിഫറൻസ് ആണ് ഇത് മെമ്മറി ഉണ്ട് എന്നുള്ള കേസ് അല്ലെ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി എലമെന്റ്സ്, ഓർ വി ക്യാൻ സേ ദ സ്റ്റോറേജ് എലമെന്റ്സ് used in clocked sequential circuits are called flip-flops. Okay, a flip-flop is a binary storage device capable of storing one bit of information. ഒരു flip-flop എന്ന് പറഞ്ഞാൽ ബൈനറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് സ്റ്റോർ 1 bit data. ഓർക്കണം, a single flip-flop can store a 1 bit data. In a stable state, output of a either 0 or 1. For flip-flop എന്ന് പറഞ്ഞാൽ മെമ്മറി എലമെന്റ് ആണ്. Data we are used in sequential circuits and it store binary data 0 or 1. അപ്പൊ നിങ്ങൾക്ക് ഒരു 4 bit ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണ്ടി വരും?
ബിറ്റ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വരും? 4. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഒന്ന് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യാൻ സ്റ്റോർ ഓൺലി സിംഗിൾ ബിറ്റ് ഡാറ്റ. സോ നിങ്ങൾക്ക് മോർ ദാൻ 1 ബിറ്റ്സ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒരുമിച്ച് യൂസ് ചെയ്യാം. ഓക്കെ. ആൻഡ് നമ്മൾ ഫസ്റ്റ് സീക്വൻഷ്യൽ സർക്യൂട്ട്സിലേക്ക് പോകുന്നതിന് മുന്നേ ബേസിക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്സ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്. ആക്ച്വലി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കിയേക്കുന്നതിന്റെ കൺസ്ട്രക്ഷൻ നമ്മുടെ ലോജിക് ഗേറ്റ്സ് തന്നെയാണ് കേട്ടോ. ലോജിക് ഗേറ്റ്സ് ഇന്റർ കണക്ട് ചെയ്തിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഫോം ചെയ്യുന്നത്. മോസ്റ്റ്ലി നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നാൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടും നോർ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേസിക് ഫ്ലിപ്പ് ഫ്ലോപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഈ മെമ്മറി എലമെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. മെയിൻലി you have to study 4 types of flip-flops. SR flip-flop, JK flip-flop, D flip-flop and T flip-flop. Okay. നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഞാനിവിടെ D ആണ് ഡയഗ്രം ഉള്ളത്. നമുക്ക് ആദ്യം SR flip-flopന്റെ കേസിലാണെങ്കിൽ ഓക്കെ. സോ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും ഓക്കെ, അതിലുള്ള ഡയഗ്രം അവിടെ ഇട്ടിട്ട് അത് ഞാൻ പറയാം. ഓക്കെ. ഫസ്റ്റ് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ that will be having 2 inputs. An SR flip flop having 2 inputs that are represented as S, R. And you will be having a clock. പറഞ്ഞു ക്ലോക്ക് വേണം. അപ്പൊ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്ക് ഉണ്ടാവും. ആ ക്ലോക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പല മെത്തേഡ് ഉണ്ട്. അതൊന്നും ആദ്യം ശ്രദ്ധിക്കുക. ഓക്കെ. നിങ്ങൾ ഈ ഡയഗ്രത്തിൽ കണ്ടോ ക്ലോക്ക് റെപ്രസെന്റ് ചെയ്തത്? റെപ്രസെന്റേഷൻ കണ്ടോ? ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇതുപോലെ കാണാം, അല്ലെങ്കിൽ സിംപ്ലി എനിക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. സിംപ്ലി എനിക്ക് ക്ലോക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതും ക്ലോക്കാണ്. മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ആദ്യം പറയാം. ഇതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ റെപ്രസെന്റ് ചെയ്താല് ഇതിന്റെ മീനിങ് ഈ ക്ലോക്കിന്റെ നമ്മുടെ ലെവൽസ് ഇല്ലേ, അതായത് നമ്മുടെ ക്ലോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെവല്, അതായത് ഈ ഒരു പോർഷൻ, ഇതിന്റെ ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ആ പോർഷന് റെസ്പോണ്ട് ചെയ്യുന്ന ഈ ഒരു ടൈം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിലേക്ക് വരുള്ളൂ. ഓക്കെ. ഇതിന് ലെവൽ ട്രിഗേർഡ് എന്ന് പറയും. ഓക്കെ. ഇപ്പൊ ലെവൽ ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കാണിക്കുക. വെറുതെ ഒരു സ്ട്രേറ്റ് ലൈൻ സാധാരണ പോലെ കാണിക്കും. എന്ന് വെച്ചാൽ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, 1 കൊടുത്തു കഴിഞ്ഞാലാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഈ പോർഷൻ വരുന്നത് അല്ലെ. അപ്പൊ ഈ 1 വരുമ്പോൾ മാത്രമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. ഇനി 0 വരുമ്പോൾ ഡിസേബിൾഡ് ആയിരിക്കും. അതായത് ഇവിടെ വരുന്ന സമയത്ത് ഡിസേബിൾഡ് ആയിരിക്കും, ബാക്കി എല്ലാ കേസിനും ഡിസേബിൾഡ് ആയിരിക്കും. ഈ സമയത്താണ് ഓപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ഫസ്റ്റ് ഫിഗറിൽ കണ്ടോ, ഇങ്ങനെ ഒരു ഏറോയും കൂടെ കൊടുത്താല് അതിന്റെ മീനിങ് എഡ്ജ് ട്രിഗേർഡ് ആണ്. എഡ്ജ് ട്രിഗേർഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 2 ഉണ്ട് അല്ലെ. ഒരു പോസിറ്റീവ് എഡ്ജ് ഉണ്ട്, 0 to 1 പോസിറ്റീവ് എഡ്ജ് ഉണ്ട്, 1 to 0 നെഗറ്റീവ് എഡ്ജ് ഉണ്ട്. ഓക്കെ. അപ്പൊ പോസിറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാല് ഈ ഫസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. നെഗറ്റീവ് എഡ്ജ് ആണെങ്കിൽ നമ്മൾ ഇതുപോലൊരു ബബിളും കൂടെ കാണിക്കും അതിന്റെ കൂടെ. റെപ്രസെന്റേഷൻ ശ്രദ്ധിക്കണേ. ആ ഏറോ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ആ ഏറോന്റെ കൂടെ തന്നെ ആ ലൈനിന്റെ കൂടെ ഒരു ബബിളും കൂടി ഉണ്ടെങ്കിൽ ദാറ്റ് റെപ്രസെന്റ് നെഗറ്റീവ് എഡ്ജ്. ആൻഡ് ആ ബബിൾ ഇല്ലെങ്കിൽ പോസിറ്റീവ് എഡ്ജ്. ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് കേസിൽ പോസിറ്റീവ് എഡ്ജിലാണെങ്കിൽ നമ്മുടെ ഈ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിൽ ചേഞ്ച് ഉണ്ടാവുന്നത് ഈ ഒരു പെർട്ടിക്കുലർ എഡ്ജിൽ മാത്രമാണ്. മനസ്സിലായോ? അതായത് ഈ ഒരു ടൈം ഇൻസ്റ്റന്റിൽ, ഈ ഒരു ടൈമിലാണ് ഫോർ എക്സാമ്പിൾ ഇത് ഫ്ലോപ്പ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡിയിലെങ്കിലും ചേഞ്ച് ഉണ്ടായാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് ഔട്ട്പുട്ടിൽ കിട്ടണമെങ്കിൽ അത് ഈ ഒരു ടൈം ഇൻസ്റ്റന്റിൽ മാത്രം. ഡി പെട്ടെന്ന് 0 ആയി,
ആ സമയത്ത് ഔട്ട്പുട്ട് 0 ആണെന്ന് വിചാരിച്ചോ. ഡി 0 ആയാലും ഔട്ട്പുട്ട് 0 ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഡി 0, ഇപ്പൊ ഡി എന്ന് പറഞ്ഞ സാധനം ഞാനിപ്പം ഡി, ഇതാണ് നമ്മുടെ ഡി എന്ന് വിചാരിച്ചോ. ഇപ്പൊ ഡി ഇവിടെ 0 ആയി അല്ലെ, ഈ പോയിന്റിൽ ഡി 0 ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ട് എപ്പോഴാണ് 0 ആവുകയെന്ന് വെച്ചാൽ, ഔട്ട്പുട്ട് ഇപ്പം ഓൾറെഡി 1 ഉള്ളതെങ്കിൽ ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഈ പോസിറ്റീവ് എഡ്ജ് എത്തണം. ആ സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് 0 ആവുള്ളൂ. ഇനി ഔട്ട്പുട്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരണമെങ്കിൽ അടുത്ത ഈ പോസിറ്റീവ് എഡ്ജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ടിൽ ചേഞ്ച് ചെയ്യും. അതിലിടയ്ക്ക് ഇൻപുട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തെന്ന് വിചാരിച്ചോ, ഒരു കാര്യമില്ല. ഓക്കെ, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആ അടുത്ത പോസിറ്റീവ് എഡ്ജ് എത്തണം. മനസ്സിലായ? അതായത് ഈ ക്ലോക്കിന്റെ കൺസെപ്റ്റ് ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ട് പറയും, ഇപ്പൊ പറഞ്ഞ കാര്യം. ഒരു മിനിറ്റ്, നിങ്ങൾ ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ നോക്കിക്കോ. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് ഒരു ഇൻപുട്ടാണ് ഉള്ളത്. ഓക്കെ, ആ ഇൻപുട്ടാണ് ഡി എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഫ്ലോപ്പിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡി ആണ് ഇൻപുട്ട് പറയുന്നത്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പോയിന്റിലുള്ള ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത് ഇത് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. ഇപ്പൊ പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാല് ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ ഒരു ക്ലോക്ക്, ഇതാണ് ക്ലോക്ക് എന്ന് വിചാരിച്ചോ. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്ലോക്ക് എങ്കിൽ, ഓക്കെ, ഇതാണ് അതിന്റെ പോസിറ്റീവ് എഡ്ജ്. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങനെ വരക്കാന്ന്, ഇതാണ് അടുത്ത പോസിറ്റീവ് എഡ്ജ്. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു നമ്മൾ ഡിയിൽ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടുന്നത് തന്നെ ആയിരിക്കാം. അപ്പൊ ഞാൻ ഡി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വാരി ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഡി എന്ന് വിചാരിക്കുക. അതായത് 0യും 1ഉം ഞാൻ മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് ഡിയിൽ. ഡിയിൽ എന്താണോ കൊടുക്കുന്നത് അത് എനിക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 0 എന്ന് മാറി ഡി 1 ആയി. പക്ഷെ ഈ ചേഞ്ച് നമുക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റൂല. ഔട്ട്പുട്ട് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഔട്ട്പുട്ട് ഇവിടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യൂ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് ക്യൂ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യൂ നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ 0 ആവണമെങ്കിൽ എന്താ, ഇപ്പൊ ഓൾറെഡി 1 ഉള്ളതെന്ന് വിചാരിച്ചോ. ഈ എഡ്ജ് എത്തിക്കഴിഞ്ഞാൽ പോസിറ്റീവ് എഡ്ജ് ട്രിഗർ, അപ്പൊ ക്ലോക്കിന്റെ പോസിറ്റീവ് എഡ്ജിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ, ഔട്ട്പുട്ട് 0യിലേക്ക് ചേഞ്ച് ചെയ്യുള്ളൂ. ഇനി ഔട്ട്പുട്ട് 0 ആയി, ഇതിന്റെ നടുക്ക് ഔട്ട്പുട്ട് 1 ആകുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യൂല, സോറി ഇൻപുട്ട് 1 ആവുന്നുണ്ട്, ബട്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യില്ല, ചേഞ്ച് ചെയ്യില്ല. ഇനി ഔട്ട്പുട്ട് ചേഞ്ച് വരണമെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത ഈ ക്ലോക്ക് എഡ്ജിൽ എത്തണം. ഈ എഡ്ജിൽ എത്തുമ്പോൾ എന്താ ഉള്ളത്, 0 ഉള്ളത്. അപ്പൊ അത് 0യിൽ നിൽക്കും. അവിടെ 1 ആണെങ്കിൽ 1ലോട്ട് ചേഞ്ച് ചെയ്യും. കാരണം കാര്യം മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ എഡ്ജ് ട്രിഗേർഡിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണെങ്കിൽ ആ ക്ലോക്കിന്റെ നെഗറ്റീവ് എഡ്ജിൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ടിന്റെ എഫക്റ്റ് എവിടെ ഉണ്ടാവുള്ളൂ, ഔട്ട്പുട്ടിലേക്ക് കിട്ടുള്ളൂ. കാര്യം മനസ്സിലായോ? ആ ട്രിഗറിങ് എന്താണെന്ന് മനസ്സിലായോ? പോസിറ്റീവ് എഡ്ജും നെഗറ്റീവ് എഡ്ജും ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ നമുക്ക് പറയാം, സ്ട്രക്ചർ പറയാനും മുന്നേ ഈ ക്ലോക്കിന്റെ കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലായോ? സോ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് ആവശ്യമുണ്ട്, ആവശ്യമുള്ളവർക്ക് എത്തുമ്പോൾ ഒന്നുകൂടെ പറയാം. ബട്ട് അതിന് മുന്നേ ഒന്ന് ഈ ഒരു കൺസെപ്റ്റ് ഇത്രയും ഒന്ന് ഓർത്ത് വെച്ച്. ഓക്കെ, നമുക്ക് ഇനി ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം, ഓരോന്നായിട്ട് കാണാം. ഇൻട്രൊഡക്ഷൻ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ?